താലി ഭാഗം 23. രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ. ഭവാനിയമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവി അവരുടെ മടിയിൽ മുഖമമർത്തി കിടന്നു. അവളുടെ കണ്ണുനീര് വീണ് അവരുടെ മടിത്തട്ട് നനഞ്ഞു. ദേവിയുടെ കണ്ണുനീർത്തുള്ളികൾ അവരുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടേയിരുന്നു. എനിക്ക് ദേവേട്ടൻ്റെ കൂടെ ജീവിച്ചു മതിയായില്ല അമ്മേ. എൻ്റെ പൊന്നുമോനെ കണ്ടും സ്നേഹിച്ചും കൊതി തീർന്നില്ല. ഇത്രയും ശപിക്കപ്പെട്ട ജന്മമായിരുന്നോ ഞാൻ? എൻ്റെ ജീവൻ മാത്രം അവശേഷിപ്പിച്ചത് എന്തിനായിരുന്നു ഈശ്വരന്മാരെ? എന്നെ കൂടി കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ? എൻ്റെ ദേവേട്ടനും അമ്പുമോനും ഇല്ലാതെ എനിക്ക് പറ്റില്ല അമ്മേ. ഞാൻ മരിച്ചു പോകും അമ്മേ. നേർത്തുപോയി ദേവിയുടെ ശബ്ദം. അറിയാതെ കണ്ണുകൾ അടഞ്ഞുപോയി. അവളുടെ ശ്വാസഗതി താളത്തിലായതും ദേവി ഉറങ്ങിയെന്ന് ഭവാനിയമ്മയ്ക്ക് മനസ്സിലായി. അവരുടെ വലതു കൈ അവളുടെ നെറുകയിൽ പതിയെ തലോടി. നെറ്റിയിലെ സീമന്തരേഖയിൽ പടർന്നു മാഞ്ഞിരിക്കുന്ന സിന്ദൂരം ഇനി ആ രേഖ സിന്ദൂര ചോപ്പണിയില്ലെന്ന് ഓർത്തപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി. കണ്ണുനീർ അവളുടെ നെറ്റിയിൽ വീണ് ചിതറി. അന്ന് ആദ്യമായി അമ്മയുടെ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ ചുംബിച്ചു ഭവാനിയമ്മ. അവളൊന്ന് ഞരങ്ങിയപ്പോൾ അവർ അകന്നു മാറി. എനിക്ക് എൻ്റെ ദേവേട്ടനും മോനും വേണം. അവരില്ലാതെ എനിക്ക് പറ്റില്ല. ദേവി പുലമ്പിക്കൊണ്ട് മയക്കത്തിലേക്ക് വീണു. ഭവാനിയമ്മ ദീർഘമായി നിശ്വസിച്ചു. ഇനിയും എന്തൊക്കെ കാണണം ഭഗവതി? എങ്ങനെ സഹിക്കും ഇതൊക്കെ? കരുത്ത് കൊടുക്കണേ എല്ലാം സഹിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഉണർന്നും അലമുറയിട്ട് നിലവിളിച്ചും എങ്ങനെയൊക്കെയോ ദേവി നേരം വെളുപ്പിച്ചു. അവളോടൊപ്പം എല്ലാവരും ഉണർന്നിരുന്നു. ദത്തനും അമ്മയും രാവിലെ എത്തി. അമ്മുവിൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ മുതലുണ്ടായിരുന്നു. ഇന്ന് കോളേജിൽ പോകണം. അതുകൊണ്ട് അവധിക്ക് വരാമെന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞത്. മാലതിയും സിദ്ധുവും അവിടെ തന്നെയുണ്ട്. അവർക്ക് ദേവിയുടെ അവസ്ഥയിൽ അവളെ തനിച്ചാക്കി പോകാൻ കഴിയില്ല. സച്ചുവിനും സിദ്ധുവിനും കുഞ്ഞു പെങ്ങളുടെ സ്ഥാനത്താണ് ദേവി. കുഞ്ഞുനാളിലെ 3 പേരും അങ്ങനെ തന്നെയാണ്. അമ്മാവൻ്റെ മകളാണ്, മുറപ്പെണ്ണാണ് എന്ന് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. തങ്ങളുടെ ഇളയ അനിയത്തിയായ അവളെ കണ്ടിട്ടുള്ളൂ. അവളുടെ വിവാഹ കാര്യത്തിലും എല്ലാവരും മുൻപിൽ തന്നെയാണ് നിന്നത്. പക്ഷേ ഭവാനിയമ്മയുടെ സ്വഭാവം കാരണമാണ് ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ചെല്ലാത്തത്. സിദ്ധു വിവരം വിളിച്ച് പറയുമ്പോൾ തന്നെ സച്ചു ആകെ തളർന്നു പോയിരുന്നു. ദേവേട്ടൻ്റെയും കുഞ്ഞിൻ്റെയും മരണം അവളെ ഏൽപ്പിച്ച ഷോക്ക് എല്ലാവർക്കും അറിയാം. വിധി ഇത്രമാത്രം ക്രൂരത അവളോട് കാണിക്കുന്നത് എന്തിനാണ്? വൈകുന്നേരം തന്നെ എത്തണമെന്ന് കരുതിയതാണ്. പക്ഷെ കമ്പനിയിൽ നിന്നും ലീവ് കിട്ടിയില്ല. ബന്ധുക്കളിൽ ആരെല്ലാമോ ചേർന്ന് രാവിലെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലാണ്. ഇന്നലെ മുതൽ എല്ലാവരും പട്ടിണിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. നേരം വെളുത്തിട്ടും ദേവി ചുരുണ്ടുകൂടി കിടക്കുന്നതല്ലാതെ എഴുന്നേൽക്കുന്ന ഭാവമില്ല. അമ്മയും അച്ഛനും അപ്പച്ചിയും ഒക്കെ വന്ന് വിളിച്ചെങ്കിലും അവൾ കിടക്കപ്പായിൽ നിന്നും എഴുന്നേറ്റില്ല. ഒടുവിൽ അവിടെയും ഭവാനിയമ്മ തന്നെ വന്നു. എന്തൊരു കിടപ്പാ ദേവി ഇത്? എഴുന്നേറ്റ് കുളിച്ച് ഈ വേഷമൊക്കെ മാറ്. അമ്മേ, നെഞ്ച് വേദനിക്കുന്നു വല്ലാതെ. അവൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ബ്ലൗസിൻ്റെ മുൻഭാഗം നനഞ്ഞിരിക്കുന്നു. അതുകണ്ട് കമലം പൊട്ടി വന്ന കരച്ചിൽ തൊണ്ടയിൽ തടഞ്ഞു നിർത്തി. മോള് വാ, ഈ വേഷമൊക്കെ മാറാം. മാലു അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പച്ചി, ദേവേട്ടന് ചായ കൊടുത്തോ? എഴുന്നേറ്റാൽ ഉടനെ ചായ വേണം, ഇല്ലെങ്കിൽ ദേഷ്യം പിടിക്കും. ദേവി, നീ എന്തൊക്കെയായി പറയുന്നേ? ദേവൻ, അവൻ പോയില്ലേ? അമ്പുമോൻ, അവനും? ഭവാനിയമ്മ ശബ്ദമുയർത്തി. അമ്മേ, അങ്ങനെ പറയല്ലേ അമ്മേ. എൻ്റെ ദേവേട്ടൻ ഒരിടത്തും പോവില്ല എന്നെ വിട്ട്. എൻ്റെ കുഞ്ഞും ദേവേട്ടനും ഇവിടെയുണ്ട്. ഏട്ടത്തി വാ, എൻ്റെ പൊന്നേട്ടത്തിയല്ലേ. കുളിച്ച് ഈ വേഷം മാറാം. ഏട്ടത്തി ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഏട്ടന് സഹിക്കാൻ കഴിയില്ല. അമ്മു അവളെ ചേർത്ത് പിടിച്ചു. അമ്മു, എനിക്ക് ഏട്ടനും അമ്മുമോനും ഉറങ്ങുന്ന ഇടം വരെ അവിടെ വരെ ഒന്ന് പോകാം. ഞാൻ എഴുന്നേറ്റാൽ ഉടനെ എൻ്റെ ദേവേട്ടനും മോനും നെറുകയിൽ ചുംബിക്കും. എന്നിട്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങും. ഇല്ലെങ്കിൽ ദേവേട്ടൻ പിണങ്ങും. അവൾ അമ്മുവിനോട് പറഞ്ഞു. എവിടെ പോയാലും എന്നോട് പറയാതെ പോവില്ല. പക്ഷെ ഇന്നലെ ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്നോട് പറയാതെ മോനെയും കൂട്ടിപ്പോയി. എന്നെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഞാനും അവർക്കൊപ്പം പോയേനെ. എന്നെ തനിച്ചാക്കി, എന്നെ ഒറ്റയ്ക്കാക്കി പോയി. മോളെ ദേവി. വാതിൽക്കൽ നിന്നൊരു വിളിയൊച്ച കേട്ട് നോക്കുമ്പോൾ സച്ചു എഴുന്നേറ്റ് ഓടി അവൻ്റെ മാറിലേക്ക് വീണു. ദേവി എന്ത് പറഞ്ഞാലും എൻ്റെ ഏട്ടൻ കൊണ്ടു തരില്ലേ? ഇപ്പോൾ എനിക്ക് എൻ്റെ ദേവേട്ടനെയും മോനെയും വേണം. എനിക്ക് കൊണ്ടു തരുമോ സച്ചുവേട്ടാ? എന്നെ വിട്ടുപോയി എൻ്റെ ദേവേട്ടൻ. ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി സച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. മരണമറിഞ്ഞു വരുന്നവരുടെ തിരക്കുകളും കുറഞ്ഞു തുടങ്ങി. അമ്മായി സിദ്ധുവും സച്ചുവും പോയി. ദത്തനും അമ്മയും ഇടയ്ക്ക് വരും പോകും. ദേവി എപ്പോഴും ഭവാനിയമ്മയുടെ കൂടെ അവരുടെ മുറിയിൽ തന്നെയാണ്. എല്ലാവരും എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങില്ല.
ദേവനും കുഞ്ഞും മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. ഭവാനി, ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. കമലവും മാഷും അവരുടെ മുന്നിലെ കസേരയിലിരുന്നു. അവിടെ വീട് അടച്ചിട്ടിട്ട് വന്നിട്ട് നാളേറെയായില്ലേ? ഞങ്ങൾ പോകുമ്പോൾ ദേവിയെ കൂടെ കൊണ്ടുപോയാലോ? അവൾക്കിപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. ചിലപ്പോൾ കുറച്ച് ദിവസമൊന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടിയാലോ? അവളെ കൂടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അവൾ വരുമെങ്കിൽ മാഷൻ തീർച്ചയായും കൊണ്ടുപോകാം. ഭവാനി മുറിയിലേക്ക് കയറിപ്പോയി. ചുമരിലെ അമ്പൂട്ടൻ്റെ ഫോട്ടോയും ദേവൻ്റെ ഫോട്ടോയും നോക്കിയിരിക്കുകയാണ് ദേവി. മോളെ ദേവി, അമ്മയുടെ വിളി കേട്ടിട്ടും അവൾ പിന്തിരിഞ്ഞു നോക്കിയില്ല. ചുരുണ്ട് നിതംബം മറഞ്ഞ മുടി ജട പിടിച്ചിരിക്കുന്നു. നിറമങ്ങിയ സാരിയും ഏതു നേരവും കരഞ്ഞു കലങ്ങിയ കണ്ണും. അവർ അടുത്തിരുന്ന് അവളുടെ നെറുകയിൽ പതിയെ തലോടി. ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. മോളുകൂടി ഞങ്ങളുടെ ഒപ്പം വരുന്നു. നിനക്കപ്പോൾ ഒരു മാറ്റം ആവശ്യമുണ്ട്. മനസ്സൊന്നും ശാന്തമാകുന്നത് വരെ അവിടെ നിൽക്കാം. ഇല്ല, പൊട്ടിത്തെറിക്കുകയായിരുന്നു ദേവി. എൻ്റെ ദേവേട്ടനെയും മോനെയും വിട്ട് ഞാൻ ഒരിടത്തും വരില്ല. ഇവിടെ എൻ്റെ ദേവേട്ടനുണ്ട്, മോനുണ്ട്. അവരെ രണ്ടുപേരെയും വിട്ട് ഞാൻ വരില്ല. മോളെ, അമ്മ പറയുന്നത് സമാധാനത്തിൽ ഒന്ന് കേൾക്ക്. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട, ഞാൻ വരില്ല. ദേവി ചെവി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അലറി. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ഭവാനി അമ്മയുടെ അടുത്തേക്ക് ഓടി. ഭവാനി അമ്മയുടെ റൂമിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ ദേവി ഇരച്ചു ചെന്ന് നിന്നു. കട്ടിലിരിക്കുന്ന അവരുടെ കാൽക്കീഴിലിരുന്നു. എനിക്ക് പോകണ്ടമ്മേ, എൻ്റെ ദേവേട്ടനെയും അമ്മൂമ്മനെയും വിട്ടിട്ട് എനിക്ക് പോകണ്ട. ഞാൻ ഇവിടെ നിന്നോളാം. കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പറയുന്നവളെ അവരൊന്ന് നോക്കി. എന്ന് നിന്നെ അവിടെ നിർത്താമെന്ന് കരുതിയല്ല. കുറച്ച് ദിവസത്തെ മാറ്റം നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് കരുതിയാണ്. കമലം ഇടയ്ക്ക് കയറി പറഞ്ഞു. കുറച്ച് ദിവസം പോയിട്ട് 1 മിനിറ്റ് പോലും ഞാൻ ഇവിടുന്ന് മാറില്ല. മാഷ് നിസ്സഹായ അവസ്ഥയിൽ ഭവാനിയെ നോക്കി. ഇപ്പോൾ അവളുടെ ഇഷ്ടമനുസരിച്ച് പോകുന്നതാകും നല്ലത്. അവളെ നിർബന്ധിക്കേണ്ട മാഷേ, ഭവാനിയമ്മ അത്രമാത്രം പറഞ്ഞു. അമ്മുവും ഹരിയും ദേവൻ്റെയും മോൻ്റെയും മരണവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആകെ വിഷമം ഏട്ടത്തിയെ കാണുന്നതാണ്. അവളാണിപ്പോൾ എല്ലാവരുടെയും സങ്കടം. ദേവൻ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. ദേവി മാത്രമാണ് ആ സത്യവുമായി പൊരുത്തപ്പെടാത്തത്. ഏതു നേരവും മുറിയിലിരുന്ന് ദേവൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ നോക്കി കരയും, നെടുവീർപ്പെടും. നേരെ ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല. മിക്ക രാത്രിയും ദേവനെയും കുഞ്ഞിനെയും അടക്കം ചെയ്തെടുത്ത് പോയിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ അവിടെയാണ് ഏട്ടത്തിക്ക് സന്തോഷവും സമാധാനവും എന്ന് പറയും. ഏട്ടത്തിയുടെ അവസ്ഥയിൽ വിഷമമുണ്ടെങ്കിലും ദേവിയെ അവളുടേതായ ലോകത്തേക്ക് വിട്ടിരിക്കുകയാണ് എല്ലാവരും. ഉച്ചകദേശം 3 മണിയോടടുത്ത സമയത്താണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. മുൻപാണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ദേവി ആയിരിക്കും ആദ്യം എത്തി നോക്കുന്നത്. പക്ഷേ ദേവൻ മരിച്ചതോടുകൂടി അവളുടെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും എല്ലാം തകർന്ന നിലയിലാണ്. ഹരി ഓഫീസിലും അമ്മു കോളേജിലും പോയിരിക്കുകയാണ്. വീട്ടിൽ ദേവിയും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മാവൻ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. നിൽക്കുന്ന അതിഥിയെ കണ്ട് ഭവാനി അമ്മ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. മാലതി എന്താ വന്ന കാലിലെ അവിടെ തന്നെ നിൽക്കുന്നത്? കണ്ണൊന്നും തീരെ പറ്റുന്നില്ല ഭവാനി. കണ്ണാശുപത്രി വരെ പോയതായിരുന്നു. പിള്ളേർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ കേട്ടില്ല. അടുത്തുള്ള സുമതിയെയും കൂട്ടി ഞാൻ ഇങ്ങു പോന്നു. തിരികെ വരുമ്പോൾ അവൾ അവളുടെ മോടെ വീട്ടിലിറങ്ങി. ഞാൻ കരുതി ഇവിടെ വന്ന് ദേവി മോളെ കണ്ടിട്ട് പോകാമെന്ന്. ദേവിയുടെ നിലയിൽ മാറ്റമൊന്നുമില്ല അല്ലേ ഭവാനി? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. മാലതി മുറിയിൽ ചെല്ലുമ്പോൾ ദേവി ചുമരിൽ നോക്കിയിരിക്കുന്നു. വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറിയതൊന്നും ദേവി അറിഞ്ഞതേയില്ല. എന്തൊരിരിപ്പാണ് മോളെ ഇത്? മാലതി ദേവിയുടെ തലമുടിയിൽ തലോടി. കരഞ്ഞു കണ്ണുനീർ മിഴികളുമായി അവൾ അമ്മായിയെ നോക്കി. കണ്ണിന് ചുറ്റും കറുത്ത വലയം. ആകെ ശോഷിച്ചു പോയി. തോളിലെ എല്ല് തെളിഞ്ഞു കാണാം. മൂക്കുത്തി അഴിച്ചു മാറ്റിയിരിക്കുന്നു. കാതിൽ ചെറിയൊരു പൊട്ട് കമ്മൽ, കഴുത്തിൽ നൂല് പോലെ ചെയിൻ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അത് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയൂ. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോൾ അപ്പച്ചിക്ക് സഹിക്കുന്നില്ല. ഏട്ടനും ഏട്ടത്തിക്കും നിന്റെ കാര്യം പറഞ്ഞ് കരയാൻ മാത്രമേ ഇപ്പോൾ സമയമുള്ളൂ. നിനക്ക് കുറച്ച് ദിവസം അവരോടൊപ്പം ചെന്ന് നിന്നാൽ എന്താ മോളെ? നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഓർത്ത് നീ സങ്കടപ്പെടുന്നത് പോലെയല്ലേ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് വിഷമിക്കുന്നത്? അവരുടെ പ്രായമെങ്കിലും നീ കണക്കാക്കേണ്ടേ? ഈ റൂമിൽ തന്നെ അടഞ്ഞിരുന്നാൽ വേദന കൂടുകയല്ലേ ഉള്ളൂ ദേവി. എല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ വിദൂരതയിൽ എവിടെയോ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ദേവി. മാലതിക്ക് കുടിക്കാൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പുറത്ത് ഭവാനിയുടെ ശബ്ദം കേട്ടപ്പോൾ മാലതി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാലതി
കാപ്പി കുടിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നിന്നൊരു ബസ്സുണ്ട് ഭവാനി, അതിൽ കയറിയാൽ നേരെ വീട്ടിന് മുന്നിൽ തന്നെ ഇറങ്ങാം. ഇനിയും ഇരുന്നാൽ പിള്ളേർ വരുന്നതിന് മുമ്പ് എത്താൻ കഴിയില്ല. മാലതി പോകുന്നത് നോക്കിക്കൊണ്ട് ഭവാനി അമ്മ അവിടെ തന്നെ നിന്നു. എത്രമാത്രം സന്തോഷത്തിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു തൻ്റേത്. ചുറ്റുവട്ടത്തുള്ളവർ പോലും പറയും ഭവാനി അമ്മയുടെ ഭാഗ്യമാണ് മക്കളെന്ന്. അതിൽ മൂത്തതിനെ തന്നെ ഈശ്വരൻ നേരത്തെ അങ്ങ് വിളിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ പോലും താൻ ഇത്രമാത്രം തകർന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നതെന്നോർത്തു. പക്ഷേ ഇപ്പോൾ ദേവൻ പോയപ്പോൾ ചത്തതിന് തുല്യമായി. വൈകുന്നേരം ഹരിയും അമ്മുവും വരുമ്പോൾ ഉമ്മറത്ത് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഹരിയുടെയും അമ്മുവിൻ്റെയും പിന്നാലെ തന്നെ അമ്മാവനും വന്ന് കയറി. ഇതെന്താ പിള്ളാരെ, ഇവിടെ ലൈറ്റ് വെട്ടമൊന്നുമില്ലാത്തത്? ചോദിച്ചുകൊണ്ടാണ് അമ്മാവൻ അകത്തേക്ക് കയറിയത്. ഭവാനി, നിനക്ക് ആ ലൈറ്റിൻ്റെ സ്വിച്ചെങ്കിലും ഒന്ന് ഇടാൻ വയ്യായിരുന്നോ? വല്ലാത്ത തലകറക്കം, ഞാൻ അല്പം കിടന്നുപോയി. പെട്ടെന്ന് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആൾ താമസമില്ലെന്ന് തോന്നും. ചേട്ടൻ എന്തിനാ എന്നെ മാത്രം കുറ്റം പറയുന്നത്? ഈ വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ, ഒരുത്തി കൂടി ഉണ്ടല്ലോ മുറിയടച്ച് അകത്ത് തന്നെ ഇരിക്കുന്നത്. അവൾക്കെന്താ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടുകൂടെ? കുറേ നാളായി കാണുന്നു. ഇങ്ങനെ മുറിയടച്ച് അകത്തിരുന്നാൽ പോയവർ തിരിച്ചു വരുമോ? ആരെ കാണിക്കാനാണ് ഈ ദുഃഖം? അമ്മയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അമ്മാവനും അമ്മുവും ഹരിയും പരസ്പരം നോക്കി. അമ്മേ, എന്തൊക്കെയായി വിളിച്ച് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? അതിനു മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആരും അമ്മയെ കുറ്റപ്പെടുത്തിയതുമില്ല. ഓ, ഏട്ടത്തെ പറഞ്ഞപ്പോൾ അവന് സഹിക്കാൻ വയ്യ. നിന്റെ ഏട്ടൻ മരിച്ചതോടുകൂടി ആ ബന്ധം തീർന്നു. ഇനിയും എന്തിനാ അവൾ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അവളുടെ വീട്ടിലേക്ക് പൊക്കൂടെ? തുടരും രുദ്ര രുദ്രപ്രിയ.